നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാറ്റിൻ അമേരിക്കയുടെ മാനം കാക്കാൻ ഒരേ ഒരു അർജന്റീന. ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമും ജയിച്ചിരുന്നില്ല. അതങ്ങ് തിരുത്തി കുറിച്ച് കൊടുത്തിട്ടുണ്ട് ലയണൽ മെസ്സി. ഏതാണ്ട് സിംഗിൾ ഹാൻഡഡ്ലി അദ്ദേഹം ആ കളി ജയിപ്പിച്ചു. അൾജീരിയക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അർജന്റീന വിജയിക്കുമ്പോൾ 3 ഗോളും ലിയോ മെസ്സിയുടെ വകയായിരുന്നു. 1974 വേൾഡ് കപ്പിലാണ് ഏറ്റവും ഒടുവിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഒരൊറ്റ വിജയവും ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമും നേടാതിരുന്നത്. അന്ന് 3 സമനിലകളും ഒരു പരാജയവുമായിരുന്നു. ഇന്നിപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ലാറ്റിൻ അമേരിക്കയുടെ ഒരു ടീമും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് മെസ്സി ഇവിടെ മാറ്റിക്കുറിച്ചിരിക്കുന്നത്. നോക്കുക, നിങ്ങൾ USA വേഴ്സസ് പരാഗ്വ മത്സരം, ലാറ്റിൻ അമേരിക്കൻ ടീം ഇറങ്ങിയ കളി 4-1 ലാറ്റിൻ അമേരിക്കൻ ടീമായ പരാഗ്വ പൊട്ടി. മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മത്സരം 1-1 സമനില, ബ്രസീൽ ജയിച്ചില്ല. ഇക്വഡോർ വേഴ്സസ് ഐവറി കോസ്റ്റ്, ഇക്വഡോറിനെ ഐവറി കോസ്റ്റ് അട്ടിമറിച്ചു, ഏകപക്ഷീയമായ 1 ഗോളിന്റെ ജയം. ഉറുഗ്വായെ സൗദി അറേബ്യ സമനിലയിൽ തളച്ചു 1-1. ഇന്ന് മെസ്സിയും സംഘവും ഇറങ്ങുന്നത് വരെയുള്ള അവസ്ഥ എന്താണെന്നറിയോ? 2 തോൽവികളും 2 സമനിലകളുമായിട്ട് മുടന്തി നീങ്ങുന്ന ലാറ്റിൻ അമേരിക്ക വിട്ടുകൊടുക്കാൻ പറ്റുമോ? മെസ്സിയുടെ സംഘം ഇതങ്ങ് വിജയിച്ച് കയറി. യെസ്, ലാറ്റിൻ അമേരിക്ക ഇവിടെ അവരുടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇനി നാളെ രണ്ടാമത്തെ കളിയുണ്ട്. നാളെ രാവിലെ 7:30 ഉസ്ബക്കും കൊളംബിയയും തമ്മിൽ കളിക്കുമ്പോൾ ആ കളി കൊളംബിയ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതേസമയം ഏഷ്യൻ ടീമുകളുടെ കഥ ഇന്ന് 2 തോൽവികൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഒന്ന്, ഇറാഖ് നോർവേയോട് 4-1 പൊട്ടി. പിന്നാലെ ജോർഡാൻ ഓസ്ട്രിയയോട് 3-1 പരാജയപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പ് വരെ ഒരു പരാജയമില്ലാതെ AFC ടീമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. സൗത്ത് കൊറിയയുടെ നല്ലൊരു വിജയം നമ്മൾ കണ്ടിരുന്നതാണ്. ഓസ്ട്രേലിയ AFC ടീമാണ്. അവർ തുർക്കിയെ പരാജയപ്പെടുത്തിയിരുന്നു. ജപ്പാൻ നെതർലൻഡ്സിനെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളതായിരുന്നു. സൗദി അറേബ്യ ഉറുഗ്വായെ അതുപോലെ പൂട്ടിയതായിരുന്നു. പക്ഷേ ഇന്ന് കളി പിടിവിട്ടു. 2 ഏഷ്യൻ ടീമുകളും പരാജയപ്പെട്ടു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.